ഒരു സെക്കൻഡിൽ ഏകദേശം 3,00,000 കിലോമീറ്റർ എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഈ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം എടുത്തതിന് ശേഷം ഭൂമിക്ക് ചുറ്റും നമ്മളൊരു റൗണ്ട് അടിച്ച് വരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് പ്രകാശ വേഗതയിൽ പോകുമ്പോൾ ഏകദേശം 7 തവണയിലധികവും പിന്നീട് ഒരു 1/2 തവണയും കൂടി ഭൂമിയുടെ പകുതി കൂടി കവർ ചെയ്യാൻ പ്രകാശ വേഗതയിൽ പോകുന്ന വാഹനത്തിന്റെ സഹായത്തോടു കൂടി സാധിക്കും. ഇതേ പ്രകാശ വേഗതയിൽ പോകുന്ന വാഹനം എടുത്ത് നമ്മൾ ചന്ദ്രനിലേക്ക് ഒരു യാത്ര പോയിട്ട് തിരിച്ചു വരാൻ നോക്കിക്കഴിഞ്ഞാൽ 2.5 സെക്കൻഡ് പോലും വേണ്ട ചന്ദ്രൻ വരെയുള്ള ദൂരത്തിൽ പോയിട്ട് തിരികെ വരുന്നതിന് വേണ്ടി. ഇനി സൂര്യനിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഏകദേശം 500 സെക്കൻഡ് അല്ലെങ്കിൽ 8 മിനിറ്റ് 20 സെക്കൻഡ് കൊണ്ട് സൂര്യനിലേക്ക് പ്രകാശ വേഗതയിൽ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രകാശത്തിന്റെ വേഗത നമ്മുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് വളരെയധികം കൂടിയ ഒരു വേഗതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനത്തിൽ പ്രകാശത്തിനും പ്രകാശത്തിന്റെ വേഗതയ്ക്കുമുള്ള പ്രാധാന്യം ഒരുപക്ഷെ മറ്റൊരു പ്രതിഭാസത്തിനും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. കുറെ നേരമായി പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുക എന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ പ്രകാശ വേഗതയോട് അടുക്കും തോറും നമ്മൾ അനുഭവിക്കുന്ന സമയത്തിൻ്റെ ഡയലേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ സമയത്തിൻ്റെ വേഗത കുറഞ്ഞു വരും എന്നൊരു കൺസെപ്റ്റാണ്. ഇത് വെറും ഒരു കൺസെപ്റ്റ് അല്ല. ഇത് മാത്തമാറ്റിക്കലി ആൽബർട്ട് ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി തിയറിയുടെ അടിസ്ഥാനത്തിൽ പ്രൂവ് ചെയ്തതും അതിനുശേഷം പലതരത്തിലുള്ള അറ്റോമിക് ക്ലോക്കുകളുടെ സഹായത്തോടു കൂടിയൊക്കെ തന്നെ ഇപ്പോഴും നമ്മൾ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതുമാണ്. നമ്മൾ എത്രത്തോളം വേഗത പ്രാപിക്കുന്നുവോ ആ വേഗതയ്ക്കനുസരിച്ചുകൊണ്ട് സമയം അനുഭവപ്പെടുന്ന റേറ്റിൽ വ്യതിയാനം ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രകാശത്തിന്റെ വേഗതയെ നമ്മളൊരു സ്പീഡ് ലിമിറ്റായിട്ട് പരിഗണിക്കുന്നു. അതായത് സെക്കൻഡിൽ 3,00,000 കിലോമീറ്റർ എന്ന് പറയുന്ന പ്രകാശ വേഗതയെ നിങ്ങൾ ഓടി തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒരു വാഹനം ഉണ്ടാക്കിയിട്ട് മെല്ലെ മെല്ലെ വേഗത കൂട്ടി പ്രകാശ വേഗതയുടെ അടുത്ത വേഗത്തിൽ പോകാനാണ് ശ്രമിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രകാശത്തെ ഓടി തോൽപ്പിക്കാനായിട്ട് വേഗത കൂട്ടുന്ന സമയം നോക്കുമ്പോൾ അയാളിൽ അനുഭവപ്പെടുന്ന സമയവും അയാൾ പുറത്തുള്ള ചുറ്റുപാടിനെ വെച്ച് നോക്കുമ്പോൾ അനുഭവപ്പെടുന്ന സമയവും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രകാശ വേഗതയിൽ പോകുന്ന ആളുടെ സമയം സ്ലോ ആകുന്നതായിട്ട് നമുക്കും തിരിച്ചറിയാൻ സാധിക്കും. ഈ ഒരു പ്രത്യേകത പിന്നീട് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ടൈം ഡയലേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിലേക്കാണ്. നമ്മുടെ സാറ്റലൈറ്റുകളിലും ഹൈസ്പീഡ് ജെറ്റുകളിലും ഘടിപ്പിച്ചിരിക്കുന്ന തെറ്റുകൾ സംഭവിക്കാത്ത ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള അറ്റോമിക് ക്ലോക്കുകളുടെ സഹായത്തോടു കൂടി വേഗത കൂടിയ ഇത്തരം വാഹനങ്ങളെ പരീക്ഷിക്കുന്ന സമയത്ത് അവയിൽ ടൈം ഡയലേഷൻ ഇത്തരത്തിൽ ഉണ്ടാകുന്നതായിട്ടും ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നോക്കുന്നതിനേക്കാൾ കുറഞ്ഞ വേഗതയിൽ മാത്രമാണ് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ക്ലോക്കുകൾ ടിക്ക് ചെയ്യുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം സ്പീഡ് അല്ലെങ്കിൽ വേഗത, സമയം എന്നിവ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും നമ്മൾ ഈ സ്പേസിലൂടെ ഈ ചുറ്റുപാടിലൂടെ വളരെ വേഗതയിൽ സഞ്ചരിക്കുന്നതിനനുസരിച്ച് സമയം അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതാരും ചെയ്യുന്നതല്ല, അത് സ്പേസ് ടൈം എന്ന് പറയുന്ന ഒന്നായി കിടക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പരസ്പരമുള്ള പ്രത്യേകതയാണ്. നമ്മൾ ഈ സ്പേസിൽ അനങ്ങാതെ നിൽക്കുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ സമയം അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഇതേ സ്പേസിലൂടെ നമ്മൾ വേഗത്തിൽ സ്ഥാനചലനം ഉണ്ടാകുന്ന സമയത്ത് അയാളിൽ അനുഭവപ്പെടുന്ന സമയത്തിൻ്റെ വേഗതയിൽ അല്ലെങ്കിൽ ആ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരു വാഹനത്തിൽ കയറിയതിനു ശേഷം പ്രകാശ വേഗതയുടെ അടുത്ത വേഗത്തിൽ സഞ്ചരിക്കുന്നു വിചാരിക്കുക. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അയാൾ കണ്ണടച്ച് തുറക്കുന്നതും അയാളുടെ ഹൃദയം ഇടിക്കുന്നതും ഒക്കെ തന്നെ, അല്ലെങ്കിൽ അയാളുടെ വണ്ടിയിലുള്ള ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി അനങ്ങുന്നതും ഒക്കെ തന്നെ സ്ലോ ആകുമോ? ഞാനാണ് ആ വാഹനത്തിൽ ഇരിക്കുന്നതെങ്കിൽ എനിക്കെല്ലാം നോർമലായിട്ട് അനുഭവപ്പെടും. എൻ്റെ ഹൃദയമിടിപ്പും എൻ്റെ കണ്ണടയ്ക്കുന്ന റേറ്റും എൻ്റെ കയ്യിലുള്ള വാച്ചിൻ്റെ സെക്കൻഡ് സൂചി മൂവ് ചെയ്യുന്നതും ഒക്കെ തന്നെ എനിക്ക് സാധാരണ പോലെ തന്നെയാണ് അനുഭവപ്പെടുക. എൻ്റെ വാഹനം വളരെ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ പ്രശ്നം വരുന്നത് എന്നെ പുറമേ നിന്ന് ഒരാൾ മെഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ എന്നിൽ കാണുന്നത് വ്യത്യസ്തമായിട്ടൊരു സമയമാണ്, ഞാൻ അയാളിൽ കാണുന്നത് വ്യത്യസ്തമായിട്ടൊരു സമയമാണ്. കാരണം ഞാൻ അയാളിൽ കാണുമ്പോൾ അയാളുടെ സമയം വളരെ വേഗതയിൽ പോകുന്നതായിട്ട് തോന്നും, കാരണം ഞാൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. തിരിച്ച് അവിടെ നിന്ന് എന്നെ നോക്കുമ്പോൾ ഞാൻ വാഹനത്തിൽ ഇരിക്കുന്നു, അയാൾ ഭൂമിയിൽ നിൽക്കുന്നു. ഭൂമിയിൽ നിന്നുകൊണ്ട് എന്നെ നോക്കുന്ന സമയത്ത് അവർ കാണുന്നത് ഞാൻ വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, എൻ്റെ വാച്ച് പതുക്കെ മാത്രം അനങ്ങുന്നു, എൻ്റെ ഹൃദയം പതുക്കെ മാത്രം ഇടിക്കുന്നു. ആ ഒരു റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത്. എന്നാൽ ഈ യാത്രയെല്ലാം കഴിഞ്ഞ് ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്കുണ്ടായ ഈ മാറ്റങ്ങളൊക്കെ തന്നെ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് വിസിബിൾ ആണ് എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ പ്രകാശത്തിൻ്റെ വേഗത കൂട്ടി പ്രകാശ വേഗതയിൽ എത്തുന്നു എന്ന് വിചാരിക്കുക. ഒരു സെക്കൻഡിൽ 3,00,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സമയമേ അനുഭവപ്പെടില്ല. അതിങ്ങനെ ശരിയാവും? നേരത്തെ നോർമലാണെന്നല്ലേ പറഞ്ഞേ? അതായത് നമ്മൾ സഞ്ചരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാകില്ല പ്രകാശ വേഗതയിൽ. അത് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്ന കാര്യം ഇറലവൻ്റ് ആവുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ 1000 പ്രകാശവർഷം അകലെയുള്ള ഒരു നക്ഷത്രത്തിലേക്ക് യാത്ര ചെയ്താലും സത്യത്തിൽ നമ്മൾ പ്രകാശ വേഗത കൈവരിച്ച് ആ നക്ഷത്രത്തിൻ്റെ അടുത്ത് വരെ പ്രകാശ വേഗതയിൽ പോകുമ്പോൾ ആ യാത്രയിലുടനീളം നമുക്ക് പ്രായമായതായിട്ടോ നമ്മൾ ആ യാത്ര ചെയ്തതായിട്ടോ ഉള്ള തോന്നലുണ്ടാകില്ല.
അതായത് സൂര്യൻ്റെ സർഫസിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന പ്രകാശരശ്മി അറിയുന്നില്ല അത് ഇത്രയും വലിയ സ്പേസിലൂടെ 500 സെക്കൻഡ് സഞ്ചരിക്കുകയാണ് എന്നുള്ളത്. പകരം അതെപ്പോൾ പ്രകാശവേഗത കൈവരിക്കുന്നുവോ ആ സമയം മുതൽ ഡെസ്റ്റിനേഷൻ എത്തുന്ന സമയം വരെ ടൈം 0 ആയിരിക്കും. പ്രകാശവേഗത കൈവരിക്കാനുള്ള ഒരു സാങ്കല്പിക സാധ്യത മുന്നിലുണ്ടെങ്കിൽ അവിടെ ഒരു ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകില്ലേ? ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്, നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നു. അങ്ങനെ ഒന്ന് നടപ്പിലാക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കില്ല. എന്നാൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമുണ്ടെന്നും എനിക്കൊരു ഇരട്ട സഹോദരൻ ഉണ്ടെന്ന് കരുതിയാൽ അവനെയും നിർത്തിയതിനു ശേഷം ഞങ്ങളിൽ ഒരാളെ ടോസ് ഇട്ടിട്ട് വാഹനത്തിൽ കയറ്റി പ്രപഞ്ചം ചുറ്റി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കാം. ഹതഭാഗ്യനായ എനിക്ക് ഭൂമിയിൽ നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. പക്ഷേ എൻ്റെ അതേ സമയത്ത് ജനിച്ച എൻ്റെ അതേ പ്രായമുള്ള എൻ്റെ സഹോദരൻ ആ വാഹനത്തിൽ കയറി പ്രകാശ വേഗതയുടെ അടുത്ത വേഗതയിൽ ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞ് പോകുന്നു എന്ന് വിചാരിക്കാം. വാഹനം ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം വളരെ അധികം വേഗതയിൽ പോകുന്നത് കൊണ്ട് തന്നെ എൻ്റെ സഹോദരൻ പോകുന്ന വേഗത അനുസരിച്ച് അയാൾക്കതൊരു ചെറിയ ട്രിപ്പ് മാത്രമായിരിക്കാം. ചിലപ്പോൾ 1-2 മാസം നീണ്ടു നിന്നിട്ട് ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് ഒരുപാട് പ്രകാശവർഷം സഞ്ചരിച്ച് അയാൾ തിരിച്ചു വരുന്ന സമയത്ത് അയാൾക്ക് ആ വാഹനത്തിൽ സഞ്ചരിച്ചതിൻ്റെ വേഗത കാരണം സമയം അനുഭവപ്പെടുന്ന റേറ്റ് കുറവായിരുന്നു. അപ്പോൾ അയാൾ കലണ്ടർ നോക്കുന്നു, മൊബൈൽ ഫോൺ നോക്കുന്ന സമയത്ത് ഒരു 2 മാസത്തെ യാത്ര കഴിഞ്ഞ് താൻ ഭൂമിയിലെത്തി. എന്നാൽ ഞാനിവിടെ അവൻ്റെ വാഹനവും കാത്ത് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ എൻ്റെ പ്രായം 25-ൽ നിന്നും അന്ന് 50 ആകുമ്പോഴും എൻ്റെ ഇരട്ട സഹോദരൻ വാഹനത്തിൽ സഞ്ചരിച്ചിട്ട് വരുമ്പോൾ അവൻ 25 വയസ്സായിട്ട് 2 മാസം മാത്രമേ കടന്നു പോകാൻ സാധ്യതയുണ്ടാവുകയുള്ളൂ. ട്വിൻ പാരഡോക്സ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു മറുപടി എന്ന് പറയുന്നത് ഇൻ്റർസ്റ്റെല്ലാർ ട്രാവലിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ദൂരങ്ങളിലേക്ക് വളരെ വേഗത്തിൽ മനുഷ്യൻ സഞ്ചരിക്കുകയാണെങ്കിൽ പ്രായം കൂടി അവൻ്റെ ആയുസ് കഴിഞ്ഞ് നമുക്ക് ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായിട്ടും ജനിപ്പിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അതായത് പ്രകാശത്തിനോട് അടുത്ത വേഗതയിൽ സഞ്ചരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു മാർഗം എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത്. അതായത് പ്രകാശവേഗതയിൽ ഒരു വസ്തു സഞ്ചരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മാസാണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. നമുക്കെല്ലാം തന്നെ വെയിറ്റ് തരുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പദാർത്ഥത്തിൻ്റെ അളവാണ്. എന്നാൽ സ്പേസ്, ടൈം, മാസ്, എനർജി എന്നിവയെ കണക്ട് ചെയ്തുകൊണ്ട് ഐൻസ്റ്റീൻ മുന്നോട്ട് വെച്ച E=mc² എന്ന് പറയുന്ന ഒരു സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വേഗതയിൽ സഞ്ചരിക്കണമെങ്കിൽ അതിനനുസരിച്ച് ഊർജ്ജം ആവശ്യമായിട്ട് വരും. നമ്മൾ ഒരുപാട് ഊർജ്ജം കൊടുത്ത് പ്രകാശ വേഗതയുടെ അടുത്ത വേഗതയിലേക്ക് എത്തിക്കാനായിട്ട് ഒരു വാഹനത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അതിന് സത്യത്തിൽ മാസ് കൂടുന്നതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ കൊടുക്കുന്ന എനർജി വേഗത കൂടുന്നതിനനുസരിച്ച് അത് മാസ് കൂട്ടുന്ന രീതിയിലേക്ക് മാറും. അങ്ങനെ പ്രകാശത്തിൻ്റെ പകുതി വേഗതയിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യത്യാസം മാസിൽ വരുന്നതായിട്ട് കാണാം. പ്രകാശത്തിൻ്റെ ഒരു 90% വേഗത കൈവരിക്കുമ്പോൾ മാസ് ഇരട്ടിയായിട്ട് മാറും. അപ്പോൾ നമുക്കൊരു പ്രശ്നം അറിയാം, മാസ് കൂടിയാൽ നമ്മൾ കൊടുക്കേണ്ട ഊർജ്ജം കൂടും. അങ്ങനെ പ്രകാശ വേഗതയുടെ അടുത്തേക്ക് നമ്മൾ പുഷ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എക്സ്ട്രാ എനർജി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും എന്നൊരു പ്രശ്നമാണ് അതിനകത്ത് നിൽക്കുന്നത്. തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ അങ്ങനെ പ്രകാശ വേഗതയിൽ എത്തിക്കാൻ ഒരു വസ്തുവിനെ നമ്മൾ ശ്രമിക്കുകയാണ്. ആ വസ്തുവിന് തുടക്കത്തിൽ ഒരു മാസ് ഉണ്ട്, അതിന് നമ്മൾ എനർജി കൊടുത്ത് വേഗത കൂട്ടിക്കൊണ്ടിരുന്നാലും യൂണിവേഴ്സിലെ മൊത്തം എനർജി ഉപയോഗിച്ചാലും അതിന് പ്രകാശ വേഗത അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അതിന് കാരണം അതിന് മാസ് ഉണ്ട്. ഈ മാസ് പ്രകാശ വേഗതയുടെ അടുത്ത വേഗതയോട് എത്തും തോറും കൂടി വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. പ്രകാശത്തിന് മാസ് ഇല്ല എന്നുള്ളത് കൊണ്ട് അതെപ്പോഴും പ്രകാശ വേഗതയിൽ തന്നെയാണ് സഞ്ചരിക്കുക. മാസില്ലാത്ത വസ്തുക്കളെല്ലാം പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, അവർ നിൽക്കില്ല. മാസുള്ള വസ്തുക്കൾക്ക് ഒരിക്കലും പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. പ്രകാശം ഊർജ്ജമാണ്. മാസുള്ള വസ്തുക്കളെ ഊർജ്ജമാക്കി മാറ്റാതെ നമുക്കൊരിക്കലും പ്രകാശ വേഗത കൈവരിക്കുക അസാധ്യമാണ്. നമ്മൾ അകലങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന നക്ഷത്രങ്ങൾ ഒരുപാട് പ്രകാശവർഷം അകലെയുള്ളവയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ കാലത്തിലേക്കാണ്. അതായത് ടൈം ട്രാവൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാഴ്ചകളും കാണുന്നത്. നമ്മളിപ്പോൾ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴുള്ള ചന്ദ്രനെ അല്ല കാണുന്നത്, പകരം 1.2 സെക്കൻഡ് തൊട്ട് മുൻപുള്ള ചന്ദ്രനെയാണ് കാണുന്നത്. നമ്മൾ സൂര്യനെ നോക്കുന്ന സമയത്ത് അപ്പോഴുള്ള സൂര്യനെ അല്ല കാണുന്നത്, പകരം 500 സെക്കൻഡ് അല്ലെങ്കിൽ 8 മിനിറ്റ് 20 സെക്കൻഡ് മുൻപുള്ള സൂര്യനെയാണ് നമ്മളവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റു നക്ഷത്രങ്ങളിലേക്ക് നോക്കിയാൽ ആ നക്ഷത്രങ്ങൾ ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശവർഷം അകലെയാണോ അത്രയും പഴക്കമുള്ള രൂപത്തിലാണ് കാണുക. 750 പ്രകാശവർഷം അകലെയുള്ള ഒരു നക്ഷത്രത്തെ നിങ്ങൾ ഇന്ന് രാത്രി കാണുകയാണെങ്കിൽ നിങ്ങൾ ആ കണ്ടത് 750 വർഷങ്ങൾക്ക് മുമ്പ് ആ നക്ഷത്രത്തിൽ നിന്ന് പുറപ്പെട്ട പ്രകാശം ഈ സ്പേസിലൂടെ ഇത്രയും സമയം സഞ്ചരിച്ച് അതിൻ്റെ ചില ഫോട്ടോണുകൾ നമ്മുടെ കണ്ണിൽ വന്ന് വീണതാണ്. ഇപ്പോൾ ആ നക്ഷത്രത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുറപ്പെട്ട പ്രകാശം 750 വർഷം കഴിഞ്ഞേ വരൂ. നമുക്ക് ആർക്കും അത് കാണാനോ അതിനെ അനലൈസ് ചെയ്യാനോ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രങ്ങളെ നമ്മൾ ടെലസ്കോപ്പുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് നോക്കുമ്പോൾ സത്യത്തിൽ
സത്യത്തിൽ കാണുന്നത് അവരുടെ പഴയ അവസ്ഥയാണ്. ഇപ്പോൾ അവിടെ ഒരു നക്ഷത്രം തന്നെ ഉണ്ടാകണമെന്നില്ല. അത് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ടായിരിക്കാം, അത് ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ടുണ്ടായിരിക്കാം, മറ്റേതെങ്കിലും നക്ഷത്രവുമായിട്ട് മെർജ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ആ നക്ഷത്രത്തിന് ചുറ്റും ഒരു ഗ്രഹം രൂപപ്പെട്ട് ഭൂമിയിൽ ഇന്ന് കാണുന്ന പോലെയുള്ള ജീവൻ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ ആ ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തില്ല. പഴയ ഹിസ്റ്ററിയെ പാക്ക് ചെയ്ത സവിശേഷതകളാണ് പ്രകാശരശ്മികളൊക്കെ തന്നെ നമുക്ക് തരുന്നത്. അതായത് നമ്മൾ എത്രത്തോളം ദൂരേക്ക് നോക്കുന്നുവോ അത്രത്തോളം പഴയ യൂണിവേഴ്സിനെയാണ് നമ്മൾ കാണുക. യൂണിവേഴ്സ് ഇപ്പോൾ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള മാർഗങ്ങളൊന്നും തന്നെ നിലവിലില്ല. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോസാലിറ്റി എല്ലാം മാറും. ഞാനൊരു കല്ലെടുത്ത് മാങ്ങയിൽ എറിഞ്ഞാൽ ഞാൻ എറിഞ്ഞതിന് ശേഷമേ മാങ്ങയിൽ കല്ല് കൊള്ളൂ. എന്നാൽ പ്രകാശ വേഗതയേക്കാൾ കൂടിയ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന സംഭവങ്ങളെ സ്വാധീനിക്കുകയാണ്. എറിയുന്നതിന് മുമ്പ് കല്ല് മാങ്ങയിൽ കൊണ്ട് മാങ്ങ വീഴാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവ വികാസങ്ങളെ അത് തിരുത്തി കുറിക്കും. അതുകൊണ്ട് നമ്മുടെ നിലവിലുള്ള കാഴ്ചപ്പാട് അനുസരിച്ചുകൊണ്ട് പ്രകാശത്തിനേക്കാൾ വേഗതയുള്ള ഒന്നും തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നും യൂണിവേഴ്സിലെ ഏറ്റവും കൂടിയ വേഗത പ്രകാശ വേഗതയാണ് എന്നും അതിൻ്റെ പോരായ്മകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.